പ്രൈസ് ദി ലോർഡ്. ഹെഡ്മിലോട് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റിൽ താഴെ ടൈം കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, ഒരു തട്ടിക്കൂട്ട് ചിക്കൻ ഫ്രൈ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പെട്ടെന്ന് ഒരു നോൺ വെജ് കഴിക്കണമെന്ന് തോന്നിയാൽ ഫ്രിഡ്ജിൽ ചിക്കൻ ഉണ്ടെങ്കിൽ അത് ചിക്കൻ ബോൺലെസ് ആയിരിക്കണം. ബോൺ ഉണ്ടെങ്കിൽ, അതായത് എല്ലുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സമയത്തിനുള്ളിൽ അത് കുക്കാവില്ല. അപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തു. വളരെ ടേസ്റ്റിയാണ്, അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ തുടങ്ങാം. അപ്പൊ കാര്യങ്ങളൊക്കെ പടപടേന്ന് നമുക്ക് ചെയ്യാം. ആദ്യം തന്നെ ഒരു പാൻ വെക്കുക. അതിലേക്ക് കഴിവതും വെളിച്ചെണ്ണ ഒഴിക്കാൻ ശ്രമിക്കുക. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. പിന്നെ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ലതാണ്, കാരണം നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ഇതിൽ തന്നെ കിടന്ന് വേണം അത് വേവാൻ. അപ്പൊ 250 ഗ്രാം ചിക്കന്റെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ എണ്ണ ചൂടായി, അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും, അധികം വേണ്ട, കുറച്ച് മതി. ഇനി എന്താ, ആസ് യൂഷ്വൽ കുറച്ച് കറിവേപ്പില, ഓക്കെ. ഒത്തിരി അങ്ങ് മൂക്കണ്ട, പച്ചമുളക് ഒന്ന് മാറിയാ മതി. ഇനി തീ തീരെ കുറച്ച ശേഷം നമുക്ക് മുളക് പൊടി ചേർക്കാം. 250 ഗ്രാം ആണ്, കാശ്മീരി മുളക് പൊടിയാണ്. ഞാൻ 1.25 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മുളക് പൊടിക്ക് പകരം മുളക് ചതച്ചത് ഇടണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് എടുത്ത് അത് മിക്സിയിലിട്ടൊന്ന് ചതച്ച ശേഷം അത് ചേർത്താലും മതി. ഇനി ഇത് രണ്ടും കൂടി വേണമെങ്കിലും ചേർക്കാം, ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ മുളക് മൂത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒത്തിരി വലിയ പീസ് വേണ്ട, ചെറിയ പീസ് മതിയേ. ആ വെളിച്ചെണ്ണയുടെ മുളക് വെളിച്ചെണ്ണയിൽ കിടന്ന് മൂത്തപ്പോ ഒരു നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. തീ കൂട്ടി തന്നെ ഇട്ടേരെ, തീ കുറച്ചിടണ്ട. ഇനി ലേശം ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല. നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് മസാലയുമായിട്ടൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇച്ചിരി കൂടുതൽ ഇട്ടു. എന്റെ കയ്യിൽ ഇപ്പൊ ഇത്രയേ ഉള്ളല്ലോ, എന്നാൽ ഞാൻ കുറച്ചുകൂടി ഇട്ടേനെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണേ. കുറച്ചുകൂടെ ചെറിയ പീസാക്കിയാലും കുഴപ്പമില്ല, കാരണം ചെറിയ പീസാകുമ്പോൾ ഇച്ചിരി പെട്ടെന്ന് വേവും. ഇതിപ്പോ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കൂടുതൽ അങ്ങ് റോസ്റ്റ് ആക്കണ്ട. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നല്ലൊരു പരുവായിട്ടുണ്ട്. ഇത് മതി. ചിക്കൻ കൂടുതൽ കിടന്ന് ഡ്രൈ ആവും തോറും അത് കട്ടി കൂടും, അതായത് ചിക്കന്റെ മാംസം കട്ടി കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒത്തിരി ഇട്ടങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ കണ്ടില്ലേ, പെർഫെക്റ്റ് അല്ലേ? ഞാൻ ടേസ്റ്റ് നോക്കുന്നില്ല, ടേസ്റ്റ് നോക്കി ഞാൻ പറഞ്ഞാലും നിങ്ങൾ എന്നെ ഓടിക്കും. അപ്പൊ ഇത് എന്തിന്റെ കൂടെ വേണേലും കഴിക്കാം. ചപ്പാത്തി, പൂരി, ദോശ, അപ്പം, പിന്നെ ചോറിന്റെ കൂടെ കഴിക്കാം. പിന്നെ നെയ്ച്ചോറ്, ജീര റൈസ്, ഫ്രൈ റൈസ്, എന്തിന്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് ഇത്. അല്ലെ സ്റ്റാർട്ടർ ആയിട്ട് കഴിക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കൂടിപ്പോയ ഒരു 10 മിനിറ്റിൽ താഴെ അത്രേ ടൈം ആകത്തുള്ളൂ. അതായത് എല്ലാം കൂടി സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ ഒരു 10 മിനിറ്റിൽ താഴെ ടൈം ആകത്തുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയൊരു ഡിഷുമായി ഞാൻ വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.